മനുഷ്യന്മാരെ, ഞാൻ മജീദാണ്. ഞാനിവിടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്താണ്. ഞാനിവിടെ വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. കാരണം ഈ ബ്ലോക്കിൽ പെട്ടിട്ട് ഞാൻ കരുവാരക്കുണ്ട് പെരുന്നാളിന് ഞാൻ തൃശ്ശൂർക്ക് ഞാൻ എൻ്റെ വർക്കിന് വേണ്ടി പോണ ഒരു ടൈമായിട്ട് ഇപ്പോൾ ഉച്ച ടൈമാണ്. ഈ ഉച്ച ടൈമിന് വരെ ഇവിടെ ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൻ്റെ കാരണം ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ബ്ലോക്കിൻ്റെ കാരണം പറഞ്ഞാൽ പ്രധാനം ഈ അങ്ങാടിപ്പുറം ഈ മേൽപ്പാലമാണ്. ഈ പാലം പറഞ്ഞാൽ തീരെ വീതി ഇല്ലാതെയാണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു 4 അടി കൂടി ഇത് വീതി ഉണ്ടെങ്കിൽ ഇവിടെ ഈ ബ്ലോക്ക് വരില്ല. ഈ അങ്ങാടിപ്പുറത്ത് ഈ ബ്ലോക്ക് വരില്ല. അതുകൊണ്ടില്ല ഞങ്ങൾ ഈ ലൈലൻഡ് ലോറിയും അതേമാതിരി ആ KSRTC ബസ്സൊക്കെ ഇവിടെ 20 മിനിറ്റായി ഇവിടെ ഇങ്ങനെ ബ്ലോക്കിൽ പെട്ട് നിൽക്കുകയാണ്. അതേമാതിരി കുറേ യാത്രക്കാരും ഇതിലൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകാതെ യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കാരം അവരുടെയൊക്കെ അവസ്ഥ. ഇപ്പോൾ മനുഷ്യന്മാരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങാടിപ്പുറത്ത് എന്തുകൊണ്ടാണ് വാഹനത്തിന് ബ്ലോക്ക് വരാൻ കാരണം അവിടുത്തെ ആ മെയിൻ പാലാണ്. എന്നുവെച്ചാൽ റോഡിൻ്റെ മേലക്കൂടിലെ ആ മെയിൻ പാലം. ആ പാലം പറഞ്ഞാൽ 4 അടി വീതി കമ്മിയാണ്. സത്യം പറഞ്ഞു, ഞാൻ അതിൻ്റെ മേലക്കൂടി നിന്ന് പോയി നോക്കി. കാരണം പാലക്കാട് പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു ലോറി വലിയ ലോറി വന്നാലും അങ്ങാടിപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ഒരു ലോറി പോയാലും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനില്ലേ, സൈഡെടുത്ത് പോകാനില്ലേ വീതി ആ പാലല്ല. ഒരു 4 അടി വീതി കൂടി ഉണ്ടെങ്കിൽ ആ പാലത്തിന് കൂടി വലിയ ലോറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡെടുത്ത് പോകാൻ അതിസുന്ദരമായി പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അതിൽ പോകുന്ന വാഹനത്തിലെ നാട്ടുകാർക്ക് കഷ്ടപ്പാട് അല്ലാതെ എന്താണ് ആ പാലം കൊണ്ടുള്ള ഒരു ഉപകാരം? ഇപ്പോൾ അവിടെ ബ്ലോക്കിലെ ടൈമിൽ ഏതൊരു ആംബുലൻസ് ഒരു രോഗിനെ കൂട്ടി പോകുകയെന്ന് വെച്ചാൽ ആ രോഗിൻ്റെ അവസ്ഥ നിങ്ങളത് ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ വേണ്ടത് പറഞ്ഞാൽ ആ പാലം അവിടെ പൊളിച്ചങ്ങാണ്ട് വീതിയിൽ വേറൊരു പാലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്നാണ് സർക്കാരിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെച്ചാൽ വളാഞ്ചേരി വെച്ചാൽ ഇവിടെ ഹൈവേ റോഡുമേണ്. അപ്പോൾ ഇത് കേരളത്തിലെ പുതിയ ഹൈവേ റോഡാണ്. ഈ ഹൈവേ റോഡിൻ്റെ സൈഡ് കെട്ടാണത്. ഈ കെട്ടിൻ്റെ വീതി ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഹൈവേ റോഡിൻ്റെ ഈ സൈഡ് ചാരിന ഈ സിമെൻറ്റിൻ്റെ ഈ പീസ് കണ്ടില്ല ഞങ്ങൾ, ഇത് 7 അല്ലെങ്കിൽ 8 ഇഞ്ച് വീതി മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? ഇതിനാണ് ഈ കാണുന്ന ഈ മണ്ണൊക്കെ നിൽക്കുന്നത്. മണ്ണ് നിൽക്കുന്നത് അതേമാതിരി സോളി നിൽക്കുന്നത്, ധാറ് നിൽക്കുന്നത്. നമ്മുടെ ഹൈവേ റോഡിനെ ഞാൻ മോശപ്പെടുത്തി പറയല്ല. എന്നുവെച്ചാൽ 100-ൽ 99% പണി ഉസാറാക്കാരം. അതിൽ ഏതെങ്കിലും ഭാഗത്ത് 1% പണി മോശമായിട്ടാക്കാരം ഇങ്ങനെ പൊളിഞ്ഞാടാൻ കാരണം. അപ്പോൾ ഈ മഴക്കാലത്ത് ഈ റോഡിൽ കൂടി പോകുമ്പോൾ നോക്കി പോയിക്കൊള്ളോണ്ട് എല്ലാവരും. ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും ആകാശത്താലപ്പെട്ട പീലി കെട്ടും ചില്ലുമേഘമേ ഓ ചാഞ്ചക്കം തെന്നിയും താളത്തിൽ ചിന്നിയും ആകാശത്താലപ്പെട്ട പീലി കെട്ടും ചില്ലുമേഘമേ ഓ വെൺപ്രാവുകൾ ചേക്കേറുമീ ചുരങ്ങളിൽ വരകളിൽ കാറ്റോടിയോ പൂത്തുമ്പികൾ വിൺകുമ്പിളിൽ പമ്മിയും പതുങ്ങിയും തേടിയോ നക്ഷത്രങ്ങൾ തേടി നവരത്നങ്ങൾ തേടി സ്വപ്നത്തിൽ നിന്നെ കാണാനെത്തും